നമ്മളിപ്പോൾ കണ്ടത് പെരിന്തൽമണ്ണ താഴേക്കോട് മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് PT ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നൊരു ഫുട്ബോൾ ടൂർണമെന്റിൽ മനോഹരമായി പിറന്നൊരു കിക്കാണ്, ഒരു ഫ്രീ കിക്ക്. അത് അടിച്ചത് മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായിട്ടുള്ള കരിങ്കല്ലത്താണ് GM-LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് റിഹാനാണ്. റിഹാൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. റിഹാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമാണ്. ആ ഫ്രീ കിക്ക് വലിയ തരത്തിൽ ഷെയർ ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ അത് പങ്കുവെക്കുകയും ചെയ്തു. ഇപ്പം ഈ ഫ്രീ കിക്ക് വൈറലായപ്പോൾ ആളുകളൊക്കെ വിളിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? ചെറുപ്പം മുതലേ കളിക്കുന്നുണ്ടോ? എത്ര വയസ്സ് മുതലേ കളിക്കുന്നുണ്ട്? 3 വയസ്സ് മുതൽ. ഇവിടൊക്കെ വന്ന് കളിക്കുന്നുണ്ടോ? ഇവിടെ ടർഫിലൊക്കെ വരലുണ്ടോ? എന്ന് മുതൽ ഇവിടൊക്കെ വന്ന് അക്കാദമിയിലൊക്കെ വന്ന് പഠിക്കാൻ തുടങ്ങിയ? 5 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ടല്ലേ? ടൂർണമെന്റുകളൊക്കെ പങ്കെടുക്കലുണ്ടോ? നന്നായി കളിക്കൂല്ലേ? ഇപ്പൊ ആരൊക്കെ വിളിച്ചിരുന്നു വൈറലായപ്പോ? മന്ത്രിയൊക്കെ വിളിച്ചിരുന്നോ? അതെ അല്ലേ? എന്താണ് ആഗ്രഹം? വലിയ ഫുട്ബോളർ ആകണമെന്നാണോ? നന്നായി കളിക്കണമെന്നാണോ? ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കളിക്കാരനാരാ? നെയ്മറാ? നെയ്മറിനെ പോലെ കളിക്കണമെന്ന് ആഗ്രഹം? ഇത് എവിടെ വെച്ചിട്ടാ ഇത് കളി നടന്നിരുന്നത്? അന്ന് വിജയിച്ചോ? ഫൈനലിൽ തോറ്റു. ഇത് എപ്പോഴാ അടിച്ചേ? ഏത് കളിയിലായിരുന്നു? ഫ്രീ കിക്കോ? ഫസ്റ്റ് കളിയിൽ അടിച്ചല്ലേ? അപ്പം ഭയങ്കര എല്ലാരും അഭിനന്ദിച്ചോ വിളിച്ചിട്ടല്ലേ? അപ്പം എത്ര ദിവസം പ്രാക്ടീസ് ഉണ്ടാവും ഇവിടെ? ആഴ്ചയില് 2 ദിവസം പ്രാക്ടീസ് ഉണ്ടാവില്ല. വീട്ടിൽ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്യലുണ്ടോ? വീട്ടിൽ ഉപ്പൊക്കെ സപ്പോർട്ട് ഉണ്ടോ? അതോ കളിക്കാൻ പോകുമ്പോ നല്ല സപ്പോർട്ടാണ്. കളിക്കാൻ പോകുമ്പോ ചീത്ത പറയാറുണ്ടോ? ഇല്ലല്ലേ? കളിക്കാൻ വിടലുണ്ടല്ലേ? ഏതായാലും ഇവന്റെ ആ കിക്ക് അത് വലിയ തരത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പം ഇവന്റെ പിതാവ് തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നത്. എന്ത് പേരെന്നായിരുന്നു? റഫീഖ്. ചെറുപ്പം തൊട്ട് ഇങ്ങനെ കളിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണോ? ചെറുപ്പം മുതലേ 3 വയസ്സാകുമ്പോഴൊക്കെ നല്ല ഫ്രീ കിക്ക് എടുത്തിരുന്നു. കളിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം കളിക്കുകയും ചെയ്യും. പിന്നെ ഏത് നേരം ബോൾമ തന്നെ, വീട്ടിലാണെങ്കിലും ഒക്കെ ബോൾമ തന്നെയാണ്. കടന്നുറങ്ങണ വരെ ബോൾ പിടിച്ചിട്ടാണ്. ആ ഒരു ശൈലിയാണ്. ഫുള്ള് ബോൾ എന്നുള്ള ചിന്ത തന്നെ ഉള്ളു. ഇപ്പം ഈ ഇത് കിക്ക് വൈറലായതോടെ ആളുകളൊക്കെ വിളിക്കാൻ തുടങ്ങിയോ? ഒരുപാട് ആൾക്കാർ, സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. മാധ്യമങ്ങളായിട്ടും ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആയിട്ടും കോളും ആയിട്ടും ഒക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ഓനക്ക് സംസാരിക്കാനും ഓന് കിട്ടണില്ല, രാത്രി ഉറങ്ങാണ്. പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോയതുകൊണ്ട് ഓനെ കിട്ടില്ല. പിന്നെ ഓന് സ്കൂൾ വിട്ട് വന്നിട്ട് കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടൊരു പരിശീലനം കൊടുക്കുന്നുണ്ടല്ലേ? ഉണ്ട്, പരിശീലനം ഉണ്ട്. ഇവിടുന്ന് അക്കാഡമിയിൽ നിന്നുണ്ട്. എല്ലാ കളിക്കും കൊണ്ടുപോകണം, നല്ല സപ്പോർട്ടാണ്. പിന്നെ നമ്മളെ നാട്ടിൽ ചെറിയ ടൂർണമെന്റിലൊക്കെ ചിലപ്പോൾ പോയി കളിക്കും. പിന്നെ നമ്മളും എൻ്റെ ബാക്ക്, ഞാനാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും വല്യപ്പനാണ്, എല്ലാ കളിക്കും പോവാ. പിന്നെ നാട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. പിന്നെ മാഷന്മാരും ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഈ മുഹമ്മദ് റിയാന്റെ വല്യപ്പയാണ് അവനെ എപ്പോഴും ഈ ടർഫിലേക്ക് കൊണ്ടുവരില്ലെന്ന് പറയുന്നത്. ചെറുപ്പം തൊട്ട് കളിക്കാൻ താല്പര്യമുള്ള ആളല്ലേ? ചെറുപ്പം തൊട്ട് അന്ന് ചെറുതിലേ ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റാണ് കളി. എപ്പോഴും തന്നെ ഈ പറഞ്ഞ മാതിരി ഉറക്കത്തിലേ കളിക്കൂടെ സ്വപ്നം കാണുന്ന ആളാണ്. വലിയ താല്പര്യമില്ലാണ്. നമുക്ക് അതിന് സപ്പോർട്ടാണ്. നമ്മളും ചെറുപ്പം മുതലേ ഇങ്ങനെ കളിനേറ്റ് വലിയ താല്പര്യം. അത് ഞങ്ങളെ ഫാമിലി ഫുള്ള് അങ്ങനെ തന്നെ. ഫുട്ബോളിലെ ഒരു ദിവസങ്ങളിലെ എല്ലാവരും എൻ്റെ വലിയ മോനും ഇവരൊക്കെ എല്ലാവരും കുട്ടികളൊക്കെ. അതേമാതിരി ഇപ്പം എൻ്റെ ജ്യേഷ്ഠനുണ്ട്, നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ അക്കാഡമിയിൽ കളിച്ചത്, മലപ്പുറം ജില്ലേൻ്റെ ഫൈനൽ അടിച്ച് ഇപ്പം എൻ്റെ ജ്യേഷ്ഠനുണ്ട്, റഷ്യൻ എന്ന് പറഞ്ഞിട്ട് PT റഷ്യൻ ഓനുണ്ട്. അങ്ങനെ എല്ലാവരും കുട്ടികൾ കുടുംബത്തിലെ എല്ലാവരും ഒക്കെ ചെറിയ കുട്ടികളൊക്കെ എല്ലാവരും ഒക്കെ ഈ പന്തുമ്പോൾ തന്നെയാണ്. ശരിക്കും പറയാളെ കുടിയിലാകാൻ തന്നെ അറിയാം. ലക്ഷക്കണക്കിൽ പന്താ ഓരോരുത്തരിങ്ങനെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടും. പിന്നെ ഇവന് ഇതേമാതിരിക്ക് ഓരോരുത്തരിങ്ങനെ സ്പോൺസർ ചെയ്തിട്ടും ഒക്കെ ഒരുപാട് സോക്കറ്റ് ഫുള്ള് ഓനല്ലേ കിട്ടിയ റൂം തന്നെ നമ്മളൊരു ഗ്രൗണ്ട് മാതിരി ആക്കി, പോസ്റ്റും അവിടെ ഓന് വർക്ക്ഔട്ട് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പൊ മാത്രമേ എന്റെ ജ്യേഷ്ഠനും അത് എന്റെ മോന് ഇപ്പൊ മുത്തൂർ അക്കാദമിയിലാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാരായ ടീമിലുണ്ടായിരുന്നു. അതിന്റെ ഹെഡ് കോച്ചാണ് സബീർ സാറുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ നൗഷാദ് സാറുണ്ട് ഇവിടെ. ഇഫ അക്കാദമി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഇതാക്കാനും അവർക്കൊക്കെ പറ്റി. ഇപ്പൊ 3 വർഷത്തിന്റെ മുകളിലായി ഇപ്പൊ ഇവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
കരിങ്കല്ലത്താണ് GLP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ സ്കൂളിലെ പ്രധാനാധ്യാപകൻ തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഈ സ്കൂൾ നേരത്തെയും സ്കൂളിൽ നിന്ന് ഒരുപാട് പ്രതിഭകളൊക്കെ വാർത്തെടുത്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും നമ്മൾ 5ാം ക്ലാസ്സിലുള്ള പാഠപുസ്തകത്തിൽ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ജസ അൻവർ, അതുപോലെ മുഹമ്മദ് ഹർഷ്, അവരുടെ ഡയറി കുറിപ്പുകൾ ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സ്കൂള് ശരിക്കും അറിയപ്പെടുന്ന ഒരു വിദ്യാലയം തന്നെയാണ്. പക്ഷെ നമുക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഇപ്പോൾ വേണ്ടത്ര ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബിൽഡിംഗ് തന്നെ ആകെ 20 സെന്റിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗാണ് നമുക്കുള്ളത്. കളിസ്ഥലം ഒന്നും നമുക്ക് ഇല്ലാത്തൊരു വല്ലാത്ത ചുറ്റുപാടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഈ ടർഫിലൊക്കെ വന്ന് ട്രെയിൻ ചെയ്യേണ്ട ഒക്കെ ഒരു അവസ്ഥ. ഗ്രൗണ്ടൊന്നും സ്കൂളിലില്ല. തീർച്ചയായിട്ടും നമുക്ക് ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. മീഡിയ അത് വളരെ നന്നായിട്ട് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ വളർന്നു വരാൻ അവർക്ക് സ്കൂളിൽ അതിനുള്ള ഒരു ഭൗതിക സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. മറ്റു സ്കൂളുകളുടെ ഗ്രൗണ്ടുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അക്കാഡമികളുടെ ഗ്രൗണ്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് അവർ വളരുന്നത്. ഇപ്പം ഇഫ അക്കാഡമി ഇവിടെയാണ് അവൻ പഠിക്കുന്നത്. അതിന്റെ പ്രതിനിധി കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ്. എങ്ങനെ കളിക്കാനൊക്കെ ഉഷാറാണല്ലേ? മോന് കഴിഞ്ഞ 3.5 വർഷത്തോളം ഇഫ അക്കാഡമിയുടെ കൂടെ ഉണ്ട്. ഉപ്പ, വല്യുപ്പ, ജ്യേഷ്ഠൻ ഒരു ഫുട്ബോൾ കുടുംബത്തിലെ, ഇപ്പോൾ ഈ മോനാണ് അറിയപ്പെട്ടതെങ്കിലും റസീൻ FC മദ്രാസിൽ നിന്ന് ആരംഭിച്ച് കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലക്ക് കളിച്ച് വളരെ നന്നായി കളിക്കുന്ന ഒരു ഫുട്ബോൾ കുടുംബത്തിലെ മനോഹരമായി കളിക്കുന്ന ഒരു കുട്ടിയാണ്. ഇവനാക്കുന്നതിൽ കുറേ വർഷങ്ങളായി ക്യാമ്പ് നൽകുന്ന ഞങ്ങളെ കോച്ച് ഷബീർ അലി സാർ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്കിതിൽ ആവശ്യപ്പെടാനുള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി ലെഫ്റ്റും റൈറ്റും കളിക്കുന്ന ഒരു മോനെന്നുള്ള നിലക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഈ മോനെ ഏറ്റെടുക്കാൻ, അയാക്സ് പോലെയുള്ള ക്ലബ്ബുകളിലേക്ക് ഏറ്റെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ദയവ് ചെയ്ത് ഞങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് 52 കുട്ടികളോളം ജില്ലയും കേരളവും വിദേശ അക്കാഡമികളിലേക്ക്, അഥവാ കേരളത്തിൻ്റെ പുറത്തുള്ള 40ഓളം വ്യത്യസ്ത 3 സ്റ്റാർ അക്കാഡമികളിലേക്ക് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കുട്ടികൾ വിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വളരെ ഒരു അർത്ഥവത്തായ ഒരു കുട്ടിയാണ് ഇവനെപ്പോലെ കഴിവുള്ള ഒരുപാട് കുരുന്നുകൾ ഞങ്ങൾ അക്കാഡമിയിലുണ്ട്. തീർച്ചയായും മോനെ അയാക്സ് പോലെയുള്ള, കാരണം ആഷിഖുരിനൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി പിന്നീട് വരുന്നത് ഇന്ത്യൻ ടീമിലേക്കാണ്. അതുപോലെ ഒരു നല്ല സമയത്ത് നല്ല പ്ലാറ്റ്ഫോം, റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസ് ഇവന് കിട്ടട്ടെ എന്ന് ആസ് എ ഫൗണ്ടർ, ഇഫയുടെ അക്കാഡമിയുടെ ഫൗണ്ടർ എന്നുള്ളതിലേക്ക് ആവശ്യപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഉള്ളൊരു സാഹചര്യം മീഡിയ വണ്ണിൽ നിന്ന് പൊതുജനം കാണുമ്പോൾ കിട്ടട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ചെറുപ്പം തൊട്ടേ നന്നായിട്ട് കളിക്കാൻ. അതെ അവന് നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ അവന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതിൽ കഴിവുള്ളൊരു കുട്ടിയാണ്. പിന്നെ ഞങ്ങളെ സ്കൂളിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ LP ഫുട്ബോൾ ടൂർണമെന്റാണ്. അതിൽ ഇവൻ ഫ്രീ കിക്ക് എടുക്കാൻ പോവാ. അപ്പോൾ സ്വാഭാവികം എനിക്കറിയാം അവൻ്റെ കാലിബർ എനിക്കറിയാം. അപ്പോൾ ഞാനാണ് ആ വീഡിയോ എടുത്ത് കോർട്ടിന്റെ സൈഡിൽ നിന്നിട്ട് ആ വീഡിയോ എടുക്കുന്നത്. അവൻ കൃത്യമായി അവൻ സാധാരണ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ കോർട്ടിന്റെ ആംഗിളിലേക്ക് അവൻ ഇടുകയാണ്. അതുപോലത്തെ 3 ഫ്രീ കിക്ക് അവൻ നേടി. അപ്പം അങ്ങനെയാണ് ആ സംഗതി. ആ വീഡിയോ അതെ ഞാൻ അറിയാം, കാരണം അവന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ റീച്ച് ആവുന്നുണ്ട്. അപ്പൊ ഞാനത് എടുത്തിട്ട് അവന്റെ ഉപ്പാക്ക് അയച്ചു കൊടുക്കുകയാണ്. ഉപ്പ അത് പിന്നെ അപ്ലോഡ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ പിന്നെ വൈറലായത്. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ വിളിച്ചിട്ടുണ്ട്. ഇനി വിളിക്കാന്നും പറഞ്ഞിട്ടുണ്ടല്ലേ? ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ഈ സ്കൂളിൽ ഇൻഡോർ ആക്ടിവിറ്റീസ് മാത്രമല്ല ഔട്ട്ഡോറും ഇപ്പോൾ അവിടെ പരിശീലനം നൽകുന്നുണ്ട്. സാഹിത്യ രംഗത്ത്, കവിതാ രംഗത്തൊക്കെ കഴിഞ്ഞ വർഷം 1-2 കുട്ടികൾ വളർന്നു വരുന്നു, സംസ്ഥാന തലത്തിൽ അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കായിക രംഗത്ത് ഗവൺമെൻറ് LP സ്കൂൾ കരിങ്കലത്താണി ഈ കൊല്ലം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ തന്നെ കുട്ടികളെ വളർത്തിയെടുക്കാൻ ആവശ്യമായ സാഹചര്യം അവിടെ ഇല്ല. അതിന് സർക്കാരിൻ്റെയും മറ്റ് ബന്ധപ്പെട്ട ആളുകളുടെയും സഹകരണം ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും മുഹമ്മദ് റിയാൻ ഒരു സാമാന്യ പ്രതിഭയായിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയറാണ്, ഒരു കളിക്കാരനാണ്, വളർന്നു വരുന്നൊരു കുട്ടിയാണ്, 3ാം ക്ലാസ്സുകാരനാണ്. പക്ഷേ അവർ സ്കൂൾ അധികൃതരും നാട്ടുകാരൊക്കെ പറയുന്നത് ആ സ്കൂളിൽ അതിനുള്ളൊരു ഭൗതിക സൗകര്യം ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണുന്ന ആ കിക്കൊക്കെ കണ്ടാൽ അറിയാം, പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ഫുട്ബോൾ പ്ലെയറെ പോലെയാണ് ആ കുട്ടി കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഒരു ഫുട്ബോൾ കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ്, വളർന്നു വരുന്നൊരു കുട്ടിയാണ്, ഇനിയും വളരെ ഭാവി ഉള്ള കുട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ തന്നെ കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ഈ നാട്ടുകാരും സ്കൂൾ അധികൃതരും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. റിയാൻ വലിയ തരത്തിൽ ഇനി ഫുട്ബോൾ പ്ലെയർ ആവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. അനൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.